2011 ഫെബ്രുവരി മാസം 1-ാം തീയതി കേരളം കണ്ണീരണിഞ്ഞ ദിനം. ഷൊർണൂർ സ്വദേശിയായ യുവതിയെ റെയിൽവേ ട്രാക്കിനരികിൽ തലയ്ക്ക് മാരക പരിക്കുകളോടെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ വാർത്തയറിഞ്ഞ് കേരളം ഒന്നടങ്കം ഞെട്ടി. കൊച്ചിയിൽ നിന്ന് വീട്ടിലേക്ക് പോകുകയായിരുന്ന 23-കാരിയായ യുവതിയെ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് ഗോവിന്ദച്ചാമി എന്ന നരാധിപൻ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടത്. പിന്നാലെ ചാടിയിറങ്ങിയ നരാധിപനായ ഗോവിന്ദച്ചാമി പാളത്തിൽ പരിക്കേറ്റുകൊടുന്ന യുവതിയെ എടുത്തുകൊണ്ടുപോയി മറ്റൊരു പാളത്തിന് സമീപത്തെത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു. ശേഷം യുവതിയുടെ മൊബൈൽ ഫോണും പേഴ്സിലെ പൈസയും കവർന്ന് ഇയാൾ രക്ഷപ്പെട്ടു. പിന്നീട് ആ നരാധിപനെ പോലീസ് പിടികൂടി. കോടതി അയാളെ ജീവപര്യന്തം ശിക്ഷിച്ചു. ആ കൊടും കുറ്റവാളി ഇന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ചാടി. പിന്നാലെ ദുരൂഹതയും ആരോപിക്കുന്നുണ്ട്. ആ ജയിൽ ചട്ടത്തിലെ ദുരൂഹതകൾ എന്തെല്ലാമാണ് എന്നാണ് ഡി കോഡ് ആദ്യം പരിശോധിക്കുന്നത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ദൃശ്യങ്ങൾ, അതായത് കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ വാൾ, അതായത് ഈ മതിൽ ആണ് ഗോവിന്ദച്ചാമി ചാടിക്കടന്നത്. ഇതിന് മുകളിൽ ഒരു ഫെൻസിങ് വരുന്നുണ്ട്. ഈ ഫെൻസിങ്ങിനെയൊക്കെ അതിജീവിച്ച് ഒറ്റക്കയ്യനായ ഗോവിന്ദച്ചാമി ചാടുകയായിരുന്നു. ആരാണ് ഒറ്റക്കയ്യൻ ഗോവിന്ദച്ചാമി? അയാൾ കൊടും ക്രിമിനൽ ആണ് എന്ന് പറയാൻ കാരണം എന്താണ്? ആ കഥയിലേക്ക് ആദ്യം ഒന്ന് പോവുകയാണ്. അതായത് തമിഴ്നാട്ടിലെ സേലം ബിരുദാചലം എന്ന സ്ഥലത്തെ സമതപുരം ഐവത്തിക്കുടിയാണ് ഈ ഗോവിന്ദച്ചാമിയുടെ സ്വദേശമെന്ന് പറയുന്നത്. അക്രമവും പിടിച്ചുപറിയുമായി ബന്ധപ്പെട്ട സേലം പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ നിരവധി കേസുകളാണുള്ളത്. പിടിച്ചുപറിക്കും മോഷണത്തിനുമായി തമിഴ്നാട്ടിൽ വിവിധ കാലയളവുകളിലായി ഇയാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. ഏറെക്കാലം മുംബൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും കുത്തഴിഞ്ഞ് ജീവിതം നയിക്കുന്ന ഗോവിന്ദച്ചാമി അമിത ലൈംഗികാസക്തിയുള്ള ആളാണെന്ന് ഫോറൻസിക് പരിശോധനയിൽ തെളിയുകയും അതിന്റെ റിപ്പോർട്ടും പോലീസ് പുറത്തുവിടുകയും ചെയ്തു. പിന്നീട് തൂക്കുകയർ, അത് ജീവപര്യന്തമായി ഒരു കഥയുമുണ്ട് ഗോവിന്ദച്ചാമിക്ക്. അതായത് തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതി 2011 നവംബർ 11 ഗോവിന്ദച്ചാമിക്ക് വധശിക്ഷ വിധിച്ചത്. ഗോവിന്ദച്ചാമിയുടെ ക്രൂരവും പൈശാചികവുമായ പ്രവൃത്തി കോടതിയെ പോലും ഞെട്ടിച്ചുവെന്നും 1-ാം നമ്പർ അതിവേഗ കോടതി ജഡ്ജിയായിരുന്ന കെ രവീന്ദ്രബാബു അന്ന് വിധിനായത്തിൽ എഴുതിയിരുന്നു. സ്ത്രീകൾക്കും സമൂഹത്തിനും ഗോവിന്ദച്ചാമി ഭീഷണിയാണ്. കടുത്ത ശിക്ഷ നൽകിയില്ലെങ്കിൽ ജനങ്ങൾക്ക് നിയമത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. 2013 ഡിസംബർ മാസം ഹൈക്കോടതി ഈ വധശിക്ഷ ശരിവെക്കുകയും ചെയ്തു. എന്നാൽ 2016 കേസ് സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ്. 2016 സെപ്റ്റംബർ മാസം സുപ്രീം കോടതി വധശിക്ഷ റദ്ദാക്കി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതായത് ജീവപര്യന്ത തടവ് നിലനിർത്തുകയാണ് ചെയ്തത്. വധശിക്ഷ ലഭിക്കാനുള്ള കുറ്റം സംശയസിദ്ധമായി തെളിയിക്കാൻ പ്രോസിക്യൂഷൻ സാധിച്ചില്ലായിരുന്നു എന്നാണ് സുപ്രീം കോടതിയുടെ അന്നത്തെ വിലയിരുത്തൽ. പിന്നീട് ഈ ഗോവിന്ദച്ചാമിയെ വിയൂർ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് പോലെ ജയിലിൽ ആത്മഹത്യ നാടകം നടത്തിയിട്ടുണ്ട് ഗോവിന്ദച്ചാമി. ആത്മഹത്യ നാടകത്തിനു ശേഷമാണ് ഇപ്പോൾ അയാൾ ജയിൽ ചാടിയിരിക്കുന്നത്. 2013 നവംബർ 11 കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഈ ഗോവിന്ദച്ചാമിയെ എത്തിച്ചത്. ഗോവിന്ദച്ചാമി ഉദ്യോഗസ്ഥർക്ക് സ്ഥിരം തലവേദനയായിരുന്നു. ജയിൽ മാറ്റം ആവശ്യപ്പെട്ട ആത്മഹത്യ നാടകത്തിന് തുടക്കമിട്ട അയാൾ പിന്നീട് പൂജപ്പുരയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് നിരാഹാരം കിടന്നു ജയിലിൽ. നിരാഹാരം കിടന്നതാകട്ടെ എല്ലാ ദിവസവും ബിരിയാണി വേണമെന്നായിരുന്നു ഇയാളുടെ ആവശ്യം. സെല്ലിലുണ്ടായിരുന്ന ഈ CCTV ക്യാമറകളൊക്കെ ഇയാൾ നശിപ്പിച്ചു. ജയിലിലെ ആക്രമണത്തിന്റെ കേസിൽ കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഗോവിന്ദച്ചാമിയെ 10 മാസത്തേക്കാണ് തടവ് ശിക്ഷ വിധിച്ചത്. 2012 മാർച്ച് മാസമായിരുന്നു ഗോവിന്ദച്ചാമിയുടെ ഈ ആത്മഹത്യാ നാടകം എന്ന് പറയുന്നത്. അതായത് പ്രാഥമിക കൃത്യങ്ങൾക്ക് വേണ്ടി സെല്ലിന് പുറത്തേക്ക് ഇറക്കിയപ്പോൾ മേൽക്കൂരയിലെ കഴുക്കോലിൽ ഒറ്റക്കൈ കൊണ്ട് ഉടുമുണ്ട് കെട്ടാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഓടിയെത്തിയ വാർഡന്മാരും സഹതടവുകാരും ചേർന്ന് പിന്തിരിപ്പിച്ച് സെല്ലിലടച്ചു. മറ്റുള്ളവരുടെ കൺമുൻപിൽ നടത്തിയ ആത്മഹത്യാ ശ്രമം നാടകമാണ് എന്ന് വ്യക്തമായത് തൊട്ടു പിന്നാലെ ഈ സൂപ്രണ്ടിന് ഇയാൾ കത്തുകൊടുത്തതാണ്. അതായത് സൂപ്രണ്ടിന് ഇയാൾ കത്തുകൊടുത്തപ്പോൾ അത് പ്രധാന ആവശ്യം തന്നെ നിലവിൽ കഴിയുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വിയൂരേക്കോ അല്ലെങ്കിൽ പൂജപ്പുരയിലേക്കോ മാറ്റണം എന്നുള്ളതാണ്. ആ കഥയൊക്കെ അവിടെ കഴിയുകയാണ്. പിന്നീട് ഇയാളെ 10-ാം ബ്ലോക്കിലെ ജയിലിലേക്ക് മാറ്റി. അതായത് കണ്ണൂർ സെൻട്രൽ ജയിലിലെ നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ വാളിനപ്പുറത്തുള്ള ജയിലിലെ 10-ാം ബ്ലോക്ക്. ഈ 10-ാം ബ്ലോക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചതുര ആകൃതിയിലാണ് ഈ ബ്ലോക്ക് ക്രമീകരിച്ചിരിക്കുന്നത്. 10-ാം ബ്ലോക്കിലെ ജയിലിലെ ജയിൽ എന്നാണ് ഈ ഉദ്യോഗസ്ഥരും പോലീസുകാരും പറയപ്പെടുന്നത്. 10-ാം ബ്ലോക്കിന് മാത്രമായി പ്രത്യേക മതിലും ഗേറ്റുമുണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്ന മതിലും
അതിനു പുറമെ മറ്റൊരു മതിൽ കൂടി ഈ 10ാം ബ്ലോക്കിനുണ്ട്. ആ മതിലും ഗേറ്റും കടന്നു വേണം അവിടേക്ക് പ്രവേശിക്കാൻ. പുറത്തിറങ്ങിയാൽ 4 ഭാഗവും ചുവർ മാത്രമാണുള്ളത്. അകത്തെ ചുവരിന്റെ സമീപത്ത് 10 അടിയോളം ആഴത്തിൽ കിടങ്ങുണ്ട്. ഒരു ഹെഡ് വാർഡിന്റെയും 2 വാർഡന്മാരുടെയും മുഴുവൻ സമയ നിരീക്ഷണവും 10ാം ബ്ലോക്കിലുണ്ട്. എന്നിട്ടും ഗോവിന്ദച്ചാമി എങ്ങനെ ജയിൽ ചാടി എന്നതിൽ കൃത്യമായ വ്യക്തത വരേണ്ടതുണ്ട്. ഇവിടെയാണ് ഗോവിന്ദച്ചാമിയുടെ പ്ലാനിംഗ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഗോവിന്ദച്ചാമിയുടെ പ്ലാനിംഗ് ഇങ്ങനെയായിരുന്നു. അതായത് സെല്ലിന്റെ കമ്പികൾ ഗോവിന്ദച്ചാമി നേരത്തെ മുറിച്ചു തുടങ്ങിയിരുന്നു. ജയിൽ അധികൃതർക്ക് മനസ്സിലാകാതിരിക്കാൻ കമ്പിയിൽ നൂല് കെട്ടിവെച്ചു. കമ്പിയുടെ താഴ്ന്ന ഭാഗമാണ് മുറിച്ചത്. രക്ഷപ്പെടാനായി ശേഖരിച്ചത് ജയിൽ മോചിതരായ ആളുകളുടെ തുണികളാണ്. ഗോവിന്ദച്ചാമിയുടെ സഹതടവുകാരൻ മാനസിക രോഗമുള്ള ആളാണ്. ഇയാളും ഈ ജയിൽ ചാടാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അയാളുടെ ശരീരപ്രകൃതി വളരെ വണ്ണമുള്ളതായതിനാൽ അയാൾക്ക് ജയിൽ ചാടാൻ കഴിഞ്ഞില്ല. മറ്റൊന്ന്, മാസങ്ങൾക്ക് മുൻപേ ഈ പദ്ധതി ആസൂത്രണം ചെയ്തു എന്നുള്ളതാണ്. അടുത്തതായി മാസങ്ങൾക്ക് മുൻപേ ഈ പദ്ധതി ആസൂത്രണം ചെയ്തു. അടുത്തതായി ശരീരഭാരം പകുതിയായി കുറച്ചു. അതായത് ചോറ് ഒഴിവാക്കി ചപ്പാത്തി മാത്രമാണ് അയാൾ കഴിച്ചുകൊണ്ടിരുന്നത്. ഉപ്പ് വെച്ച് സെല്ലിന്റെ കമ്പികൾ തുരുമ്പിപ്പിച്ചു. ഒപ്പം തന്നെ കമ്പികൾ മുറിക്കാൻ ട്യൂളുകൾ തയ്യാറാക്കി എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വസ്തുത. ദിവസങ്ങളെടുത്ത് പതിയെ ഈ കമ്പികൾ മുറിക്കുകയാണ് ചെയ്തത്. മതിലിന്റെ ഉയരം മറികടക്കാൻ വേണ്ടി ഈ വെള്ളം കൊണ്ടുവരുന്ന തരത്തിലുള്ള ഡ്രമ്മുകൾ ഉപയോഗിക്കുകയും ചെയ്തു. ഉണങ്ങാനിട്ടിരുന്ന തുണികൾ ഇയാൾ കൈക്കലാക്കി. ഉണങ്ങാനിരുന്ന തുണികൾ കൈക്കലാക്കിയതിനു ശേഷം അത് കൂട്ടിക്കെട്ടി ജയിലിന്റെ മതിലിന് മുകളിലെ ഫെൻസിങ്ങിലെ വൈദ്യുതി വേലിയിൽ ഇയാൾ കെട്ടുകയായിരുന്നു. ഇതിനിടെ വൈദ്യുതി വേലിയിൽ ഇയാൾ എറിഞ്ഞു കെട്ടുമ്പോൾ മനസ്സിലാക്കിയത് ഈ ഫെൻസിങ്ങിലൂടെ വൈദ്യുതി കടന്നു പോകുന്നില്ല എന്ന് ഇയാൾക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഇയാൾ ഫെൻസിങ്ങിലൂടെ ജയിൽ ചാടാൻ ശ്രമിച്ചത്. രക്ഷപ്പെടാൻ അധികവും തുണികളാണ് അയാൾ ഉപയോഗിച്ചത്. ഇനിയും ഗോവിന്ദച്ചാമി എപ്പോഴാണ് ജയിൽ ചാടിയത്? ആ വിവരം ജയിലിലെ സൂപ്രണ്ട് അടക്കം അല്ലെങ്കിൽ ജയിൽ ഉദ്യോഗസ്ഥർ അറിയുന്നത് രാവിലെ 6:30 കഴിഞ്ഞാണ് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വിവരം. പോലീസ് ജാഗ്രതയോടെ ഇടപെട്ടു. എല്ലാ ജില്ലകളിലേക്കും ഈ സമയം വിവരങ്ങളൊക്കെ കൈമാറി. ഗോവിന്ദച്ചാമി ജയിൽ ചാടി എന്നുള്ള അലർട്ട് കൺട്രോൾ റൂമിലും മറ്റ് സ്ഥലങ്ങളിലെല്ലാം തന്നെയും നൽകുകയും ചെയ്തു. പിന്നീട് ഗോവിന്ദച്ചാമിയെ കിണറ്റിൽ നിന്ന് പുറത്തെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കണ്ണൂർ തളപ്പാവിലെ ആളൊഴിഞ്ഞ കെട്ടിടത്തിലെ കിണറ്റിൽ ഒളിച്ചിരിക്കുകയായിരുന്ന ഗോവിന്ദച്ചാമിയെ അവിടെ ഉണ്ടായിരുന്ന ഓഫീസിലെ ഉദ്യോഗസ്ഥനായ ഉണ്ണിയാണ് കിണറ്റിനുള്ളിൽ ഈ ഗോവിന്ദച്ചാമി ഉണ്ടെന്ന് മനസ്സിലാക്കി. ആദ്യം ഉണ്ണി തന്നെയാണ് ഈ ഗോവിന്ദച്ചാമിയെ കണ്ടെത്തുകയും ചെയ്യുന്നത്. ഗോവിന്ദച്ചാമിയെ നിരീക്ഷിക്കേണ്ടിയിരുന്നത് 4 ഉദ്യോഗസ്ഥരായിരുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് പ്രധാനം. അതായത് 2 അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർമാരും ഒരു ഡെപ്യൂട്ടി പ്രസിഡന്റ് ഓഫീസറും ഒരു സ്പെഷ്യൽ ഗാർഡുമാണ് ഗോവിന്ദച്ചാമിയെ 24 മണിക്കൂറും നിരീക്ഷിക്കാൻ വേണ്ടി ചുമതലയുണ്ടായിരുന്നത്. എല്ലാ ദിവസവും സെല്ലിൽ കയറി ആയുധങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഈ ഉദ്യോഗസ്ഥരുടെ ചുമതലയായിരുന്നു. രാത്രികാലങ്ങളിൽ ഡെപ്യൂട്ടി പ്രസിഡന്റ് ഓഫീസറും സ്പെഷ്യൽ ഗാർഡിനും അപ്രതീക്ഷിത നിരീക്ഷണം നടത്തണം. എന്നാൽ ഇവയെല്ലാം ഗോവിന്ദച്ചാമിയുടെ കാര്യത്തിൽ നടപ്പായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയും ഡീകോഡിനും കുറച്ച് സംശയങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ വേണം. ആ ഉത്തരങ്ങൾ നൽകേണ്ടത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: എങ്ങനെയാണ് ജയിലിലെ സെല്ലിന്റെ കമ്പി മുറിക്കാൻ ഗോവിന്ദച്ചാമിക്ക് കഴിഞ്ഞത്? അതിന് അയാളെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ? രണ്ടാമത്തെ ചോദ്യം: കയ്യനായ ഗോവിന്ദച്ചാമി തനിച്ച് ഇതിന് കഴിയുമോ എന്നുള്ളതാണ്. അടുത്ത ചോദ്യം: കമ്പി മുറിക്കാൻ ഉപയോഗിച്ച ആയുധം എങ്ങനെ സെല്ലിനുള്ളിൽ എത്തിച്ചു എന്നുള്ളതാണ്. അതായത് അസംബ്ലേഡ് പോലെയുള്ള ചെറിയ ഉപകരണങ്ങളാണ് കൊണ്ടുവന്നത്. അതെങ്ങനെ ജയിലിനുള്ളിൽ ഇയാൾക്ക് കിട്ടി, എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ള ചോദ്യമാണ്. അവസാനത്തെ ചോദ്യം ഇതാണ്: അതായത് ഇലക്ട്രിക് ഫെൻസിംഗ് കാര്യക്ഷമമായി പ്രവർത്തിക്കാത്തതിന് പിന്നിലെ കാരണം ആണ് അറിയേണ്ടത്. എന്തുകൊണ്ടാണ് അത് ജയിൽ വകുപ്പ് ഈ കാര്യങ്ങളൊന്നും തന്നെയും പരിശോധിക്കാഞ്ഞത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഏതായാലും നമ്മളിപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ കൃത്യമായ കാര്യങ്ങൾ അറിഞ്ഞു. ഇനിയും ഇന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ എന്താണ് ശരിക്കും സംഭവിച്ചത്? സുനിൽ ഐസക് തയ്യാറാക്കിയൊരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിലേക്ക്. അജി, ഇന്ന് പുലർച്ചെ 3:30ക്കും 3:45 ഇടയിലാണ് ഗോവിന്ദച്ചാമി എന്ന കൊടും ക്രിമിനൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ജയിൽ ചാടിയത്. ജയിൽ ചാടിയ വിവരം ജയിൽ അധികൃതർ പോലും അറിയുന്നത് ഏതാണ്ട് 3 മണിക്കൂറിന് ശേഷം. ഓർക്കണം,
ഏതാണ്ട് 5-6 മാസങ്ങൾക്ക് മുമ്പേ കൃത്യമായ ആസൂത്രണം ചെയ്ത ഒരു ജയിൽ ചാട്ടമായിരുന്നു ഗോവിന്ദച്ചാമിയുടേത്. അങ്ങനെ പറയാനുണ്ടാവുന്ന കാരണമെന്ന് പറയുന്നത്, ഇയാൾ നേരത്തെ ഉണ്ടായിരുന്നത് ഡി ബ്ലോക്കിലായിരുന്നു. ഡി ബ്ലോക്ക് കൊടും ക്രിമിനലുകളായ ആളുകളെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലമാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ. അവിടെയാണ് റിപ്പർ ജയാനന്ദൻ അടക്കമുള്ള ആളുകളെ നേരത്തെ പാർപ്പിച്ചിരുന്നത്. അവിടെ നിന്ന് 5-6 മാസങ്ങൾക്ക് മുമ്പാണ് തന്നെ ബി ബ്ലോക്കിലേക്ക് മാറ്റിത്തരണമെന്നുള്ള ഒരു അപേക്ഷ ഗോവിന്ദച്ചാമി ജയിൽ അധികൃതർക്ക് നൽകുന്നത്. കഴിഞ്ഞ 3-4 വർഷങ്ങളായി ഗോവിന്ദച്ചാമി നല്ല സ്വഭാവമാണെന്നും ജയിലിൽ നല്ല നടപ്പാണെന്നും അതുകൊണ്ട് തന്നെ ഗോവിന്ദച്ചാമിയെ ബി ബ്ലോക്കിലേക്ക് മാറ്റാമെന്നും ജയിൽ അധികൃതർ തീരുമാനിക്കുന്നു. B10 സെല്ലിലായിരുന്നു ഗോവിന്ദച്ചാമിയെ അടച്ചിരുന്നത്. ഈ ഡി ബ്ലോക്കിന്റെയും ബി ബ്ലോക്കിന്റെയും വ്യത്യാസം എന്ന് പറയുന്നത്, ഡി ബ്ലോക്ക് പാറാവ് നിൽക്കുന്ന ജയിൽ ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് ഏത് സമയവും നോക്കിയാൽ കാണാവുന്നതാണ് ഡി ബ്ലോക്ക്. അതുകൊണ്ടാണ് അവിടെ കൊടും ക്രിമിനലുകളായ അതുപോലെ തന്നെ മറ്റ് ജയിലിൽ മോശം സ്വഭാവമുള്ള ആളുകളെയൊക്കെ പാർപ്പിക്കുന്നത് ഡി ബ്ലോക്കിലാണ്. അതുകൊണ്ടാണ് അങ്ങനെ പാർപ്പിക്കുന്നത്. പക്ഷേ ബി ബ്ലോക്ക് അങ്ങനെ ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയാത്ത ഒരു സ്ഥലമാണ്. പക്ഷെ അങ്ങനെയൊക്കെ ആവുമ്പോഴും ബി ബ്ലോക്കിലും ഡി ബ്ലോക്കിലും ഏത് സമയത്തും ജയിൽ ഉദ്യോഗസ്ഥരുടെ പാറാവ് ഉണ്ടാകണം എന്നൊരു നിബന്ധനയുണ്ട്. അത് പക്ഷേ പാലിക്കപ്പെട്ടില്ല എന്നത് കൃത്യമാണ്, വ്യക്തമാണ്. ഗോവിന്ദച്ചാമി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 6 മാസങ്ങൾക്ക് മുമ്പ് ഈ ബി ബ്ലോക്കിലേക്ക് മാറുന്നു. അതിനുശേഷം 28 ദിവസങ്ങൾക്ക് മുമ്പാണ് ജയിൽ ചാട്ടത്തിനുള്ള കൃത്യമായ പദ്ധതി ആസൂത്രണം ചെയ്യുന്നത്. അത് തന്റെ സഹതടവുകാരൻ കൂടിയായിട്ടുള്ള ഒരു തമിഴ്നാട് സ്വദേശിയെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇരുവരും ചേർന്നാണ് അവിടെ നിന്ന് ജയിൽ ചാടാനുള്ളൊരു പദ്ധതി ഉണ്ടാക്കുന്നത്. ഏതാണ്ട് 10-28 ദിവസങ്ങൾക്ക് മുമ്പേ ഈ ജയിലിന്റെ ഈ സെല്ലിന്റെ കമ്പി ഇരുവരും ചേർന്ന് മുറിക്കാൻ ആരംഭിച്ചിരുന്നു. അത് പൂർത്തിയായത് ഇന്നലെ രാത്രിയാണെന്നാണ് പോലീസിന്റെ ഒരു പ്രാഥമികമായ നിഗമനം. എന്തായാലും ഈ സെല്ലിന്റെ ഒരു കമ്പി മുറിക്കുന്നു. ആ കമ്പിയിലൂടെ ഗോവിന്ദച്ചാമി നൂഴ്ന്ന് പുറത്തിറങ്ങുന്നു. അങ്ങനെ നൂഴ്ന്ന് പുറത്തിറങ്ങാൻ പറ്റുന്ന തരത്തിൽ തന്റെ ശരീരം രൂപപ്പെടുത്തിയെടുക്കുന്നതിനായുള്ള കുറേ ശ്രമങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി അയാൾ ഭക്ഷണക്രമത്തിലടക്കം പാലിച്ചിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തുടർച്ചയായി പട്ടിണി കിടക്കുക, ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ സാധനങ്ങൾ മാത്രം കഴിക്കുക, അങ്ങനെ ശരീരം മെലിയിക്കുന്നതിനുള്ള പണിയും ഗോവിന്ദച്ചാമി കഴിഞ്ഞ കുറേ കാലമായി എടുത്തിരുന്നു. എന്തായാലും ഇന്ന് പുലർച്ചെ ഏതാണ്ട് 3:30 ഈ 2 തടവുകാരും B10 ബ്ലോക്കിൽ നിന്ന് B10 സെല്ലിൽ നിന്ന് പുറത്തു ചാടാനുള്ള തീരുമാനമെടുക്കുന്നു. അങ്ങനെ ആദ്യം ഗോവിന്ദച്ചാമി ഈ സെല്ലിലൂടെ നൂഴ്ന്ന് പുറത്തിറങ്ങുന്നു. പക്ഷേ കുറച്ചുകൂടി ശരീര വലിപ്പമുള്ള സഹതടവുകാരന് അത്ര അനായാസമായി ഇതിനകത്തുകൂടി പുറത്തേക്ക് ചാടാൻ കഴിയുന്നില്ല. അങ്ങനെ അയാളെ പുറത്തേക്ക് ചാടിക്കാനുള്ള ശ്രമം, സഹായമൊക്കെ ഗോവിന്ദച്ചാമി ചെയ്യുന്നുണ്ട്. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അയാളെ പുറത്തേക്ക് ചാടിക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല ചില അസുഖങ്ങളൊക്കെയുള്ള ആളാണ് ഈ സഹതടവുകാരനായ തമിഴ്നാട് സ്വദേശി. അതുകൊണ്ട് തന്നെ അയാൾക്ക് അതുവഴി പുറത്തേക്ക് കടക്കാൻ സാധിച്ചില്ല. പിന്നാലെ അയാളെ അവിടെ ഉപേക്ഷിച്ച് 3:30 നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുന്നതനുസരിച്ചാണെങ്കിൽ 3:30 ഗോവിന്ദച്ചാമി സെല്ലിൽ നിന്ന് പുറത്ത് കടക്കുന്നു. അതിനുശേഷം 2 മതിലുകളാണ് ഈ സെൻട്രൽ ജയിലിനുള്ളത്. നമ്മളിപ്പോ പുറത്തുനിന്ന് കാണുന്ന ആ വലിയ മതിലും ഒപ്പം ഈ ബി ബ്ലോക്കിന് തൊട്ട് ചേർന്ന് അത്രയും ഉയരമില്ലാത്ത മറ്റൊരു മതിലുമുണ്ട്. ആ മതിൽ ചാടിക്കടക്കുന്നത് വെള്ളം കൊണ്ടുവരുന്ന 2 വീപ്പകൾ അടുക്കി വെച്ച് അതിന് മുകളിൽ ചവിട്ടി കയറിയാണ് ഗോവിന്ദച്ചാമി ആ 1ാമത്തെ മതിൽ പുറത്ത് കടക്കുന്നത്. അവിടെ നിന്ന് ഒട്ടും ഭയമില്ലാതെ വളരെ കൂളായി ഗോവിന്ദച്ചാമി നടന്ന് പ്രധാനപ്പെട്ട മതിലിന്റെ അടുത്തേക്ക് നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങൾ കൂടി നമ്മൾ നേരത്തെ പുറത്തുവിട്ടിരുന്നു. എന്തായാലും പുറത്ത് ചാടുന്നതിന് മുമ്പ് ഗോവിന്ദച്ചാമി തന്റെയും തന്റെ സഹതടവുകാരന്റെയും പുതപ്പും ബെഡ്ഷീറ്റും അടക്കമുള്ളവ കൈകൾ കരുതിയിരുന്നു. ഇതുപയോഗിച്ച് വലിയ മതിലിന്റെ മുകൾ ഭാഗത്ത് വൈദ്യുതി കമ്പി ലൈൻ വലിച്ചിട്ടുണ്ട്. അതിലേക്ക് കൊളുത്തിട്ട് ഈ ഒരു വടം ഉണ്ടാക്കി അതിലേക്ക് ഈ തുണി കൊണ്ടുണ്ടാക്കിയ വടം വലിച്ചു കെട്ടി അതുവഴി പുറത്ത് ചാടി. അതായത് കഴിഞ്ഞ കുറേ കാലങ്ങളായി, ഏതാണ്ട് 4-5 മാസങ്ങളായി ഈ രാത്രി കാലങ്ങളിൽ എന്നല്ല ഒരു സമയത്തും ഈ വലിയ മതിലിന്റെ മുകൾ ഭാഗത്തോട് കടന്നു പോകുന്ന വൈദ്യുതി ലൈനിലൂടെ വൈദ്യുതി പോകുന്നുണ്ടായിരുന്നില്ല. അതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. അത് നേരത്തെ അവിടെ ഒരു മതിൽ ഇടിഞ്ഞിരുന്നു. ഒരുപക്ഷെ ആ സമയത്ത് ഈ ഫെൻസിലിങ്ങിന്റെ ചില തൂണുകൾക്ക് ഇളക്കം സംഭവിച്ചിരുന്നു, അതുകൊണ്ടാണെന്ന് പറയപ്പെടുന്നു. ഒപ്പം അവിടെ ആവശ്യത്തിന് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ ആളുകളില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയുന്നു. എന്തായാലും അതുവഴി വൈദ്യുതി കടന്നു പോകുന്നില്ലെന്ന് വളരെ കൃത്യമായി അറിയാവുന്ന ആളാണ് ഗോവിന്ദച്ചാമി. അങ്ങനെയാണ് അയാൾ അതുവഴി ചാടി പുറത്ത് കടക്കുന്നത്. ഏതാണ്ട് 3:45 അയാൾ മതിൽ ചാടി പുറത്ത് കടന്നിട്ടുണ്ടാകുമെന്നാണ് പോലീസിന്റെ ഒരു പ്രാഥമികമായ നിഗമനം. അതിനുശേഷം ഓർക്കണം, അതിനുശേഷം
ഏതാണ്ട് 3 മണിക്കൂർ കഴിഞ്ഞ് 6:45 ഗോവിന്ദച്ചാമി ജയിൽ ചാടിയെന്ന വിവരം കണ്ണൂർ സെൻട്രൽ ജയിൽ അധികൃതർ അറിയുന്നത്. സാധാരണഗതിയിൽ പുലർച്ചെ 5 മണിക്ക് ഇവിടെ ഒരു പെട്രോളിംഗ് ഉണ്ട്. ഈ പെട്രോളിംഗ് ഇന്ന് ആ സമയത്ത് നടന്നിട്ടില്ല എന്ന കാര്യം വ്യക്തം. അതുകൊണ്ട് തന്നെയാണ് 6:30-ക്ക് ശേഷമായിരിക്കാം ഈ പെട്രോളിംഗ് നടന്നിട്ടുണ്ടാവുക. ആ സമയത്താണ് ജയിലിന് പുറത്ത് മതിലിൽ ഒരു വലിയ വടം, തുണി കൊണ്ടുണ്ടാക്കിയ വടം ഞാണ്ട് കിടക്കുന്നത് കാണുന്നത്. അതേ തുടർന്ന് ഒരു സംശയം ജയിൽ ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാവുന്നത്. പിന്നാലെ എല്ലാ സെല്ലിലും പോയി പരിശോധന നടത്തി. ആ പരിശോധനയിലാണ് ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ട വിവരം അറിയുന്നത്. ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ട വിവരം ജയിൽ അധികൃതർ അറിയാൻ വളരെ വൈകി എന്നുള്ളതാണ് സുനിൽ ഐസക്കിന്റെ റിപ്പോർട്ടിലൂടെ ഇന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും ഗോവിന്ദച്ചാമിയെ നാളെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. ഏതായാലും നമുക്ക്